സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമായിരുന്നു വേടൻ്റെ വിഷയം. പിന്നീട് അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുകയായിരുന്നു, എന്താണ് ഇനി അടുത്തത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന സ്ഥിരം കാര്യം പറയുന്നില്ല, കാണണമെന്ന് ആവശ്യമുള്ളവർ, വേടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, വേടൻ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആളുകൾക്ക് പുറകിലേക്ക് മാറി നിൽക്കാം. വേറെ വീഡിയോ ഉണ്ട്, വേണമെങ്കിൽ അത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ലെങ്കിൽ കാണുകയും വേണ്ട. ആരെയും നമ്മൾ നിർബന്ധിച്ച് കാണിക്കുന്നില്ല. വേടൻ എന്ന് പറയുന്ന യുവാവിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു കലാകാരൻ്റെ, അല്ലെങ്കിൽ ആ ഒരു പ്രതിനിധിയുടെ, അയാളെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളെ വിമർശിക്കാൻ വരുന്ന 10-15 പേരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന 100-200 പേര് നമുക്ക് കമൻറ്റ് ഇടുന്നുണ്ട്, മോനെ നീ ഇത് ചെയ്യണം, വേടന് വേണ്ടി സംസാരിക്കണം, ഞങ്ങളെല്ലാവരും വേടന് വേണ്ടി കാത്തിരിക്കണം, വേടൻ മോൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. ഞാനപ്പോൾ ഇവരെയല്ലേ ശ്രദ്ധിക്കേണ്ടത്? ഈ ബാക്കി വരുന്ന 10-5 പേരെ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത്? ആരും ഇതിനെപ്പറ്റി വറീഡാവുന്നില്ല അല്ലേ എന്ന് പറയുന്നില്ല, ഞാനും വറീഡാവുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. വേടൻ്റെ കാര്യങ്ങളെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഇന്ന് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് വെച്ചാൽ, ഈ വേടൻ്റെ വിഷയങ്ങളിൽ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് കണ്ടതാണ്. ഈ പറയുന്ന NR മധുവും പിന്നെ അതേപോലെ സംഘങ്ങളൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ട് പോയി. വേടൻ ഈ റേപ്പ് ചെയ്തതിന് ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. വേടന് വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരും പോലീസും ഒക്കെ വേടന് വേണ്ടിയിട്ടൊരു മറ നീക്കിക്കൊണ്ട്, അല്ലെ വേടന് വേണ്ടിയിട്ടൊരു മറ ഇട്ടുകൊണ്ട്, വേടനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട്, വേടൻ ഈ പറയുന്ന പാർലമെൻറ്റിലും അല്ലെ AKG സെൻറ്ററിലൊക്കെ ഇരിക്കുകയാണ്. വേടനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ റേപ്പിസ്റ്റിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരെന്ന് ചാണകത്തിൽ മുങ്ങിയ ചാണകം തീനികൾ വന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം വെനൻ TVയിൽ കണ്ടൊരു വാർത്തയാണ്. ബലാത്സംഗ കേസ്, ഹിരൺദാസ് മുരളിക്കെതിരായ അതിജീവതയുടെ രഹസ്യമൊഴി അവഗണിച്ച് പോലീസ്. അടിപൊളി, നല്ല കാര്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പോലീസിന് വിവരമുണ്ട്. നമ്മുടെ നാട്ടിലെ ചാണകം തിന്ന് തലയിൽ മത്ത് പിടിച്ച് നടക്കുന്ന മതോന്മത്തന്മാരായിട്ട് നടക്കുന്ന ആളുകളെ പോലെയല്ല പോലീസുകാരെന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാം അല്ലേ. അവർക്ക് ഭയങ്കരമായിട്ടുള്ള സിക്സ്ത് സെൻസും ഭയങ്കരമായിട്ടുള്ള ചിന്താഗതിയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കഴിവും ഉള്ളവരാണ്. അതുകൊണ്ടാണല്ലോ പോലീസിൽ അല്ലെങ്കിൽ ഈ സേനയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യണം, ഇവരെന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കേണ്ടത് ചാണകത്തിൽ മുങ്ങിയ ആളുകളല്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു മേധാവിയുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആഭ്യന്തരമന്ത്രിയും സംഘവും ഇവിടെയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ചാണകം തീനികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ആളുകളുടെ സംഭാവനയോ അഭിപ്രായങ്ങളോ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഉള്ളവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണം, എന്ത് നോക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത്. ആ അഭിപ്രായം അല്ലെങ്കിൽ ഈ പറയുന്ന രഹസ്യമൊഴി പോലീസ് തള്ളിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തള്ളിയതെന്നുള്ളത് പോലീസിന് കൃത്യമായിട്ടുള്ള രേഖകൾ കാണും, അല്ലെങ്കിൽ തെളിവുകൾ കാണും, അല്ലെങ്കിൽ അവർക്കുള്ള അഭിപ്രായങ്ങൾ കാണും. ആ കേസ് എന്തിൻ്റെ പേരിൽ വന്ന കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ചോറ് തിന്ന് ജീവിക്കുന്ന കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അറിയാം, ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാം, ഓരോ മുതിർന്നവർക്കും അറിയാം, ഓരോ പാർട്ടി പ്രവർത്തകർക്കും അറിയാം. പക്ഷേ വേടനെ കൊടുക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി വെനൻ TVയെ കൂട്ടുപിടിച്ചുകൊണ്ട് വെനൻ TVയുടെ അണികൾ അല്ലെങ്കിൽ വെനൻ TVയുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ്? വേടനെ ഒരു കുറ്റവാളിയാക്കുകയാണ് ചെയ്തത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, കോടതിയുടെ കണ്ണിൽ ഒരു വ്യക്തി കുറ്റവാളി അല്ല എന്ന് തെളിയുന്ന, അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്ന് തെളിയുന്നത് വരെയും അയാളൊരു എന്താ പറയുക, ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. ആ കുറ്റാരോപിതനെ കുറ്റവാളി അല്ലെങ്കിൽ പ്രതി എന്ന് ചേർത്ത് വിളിക്കുന്ന ആളുകൾ കാണിക്കുന്ന തന്തയ്ക്ക് പറക്കാഴിയുണ്ടല്ലോ, അത് ശുദ്ധമായിട്ടുള്ള പോക്കരത്തരം തന്നെയാണ് അല്ലേ. അതായത് ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയുന്നത് വരെയും അയാൾ കുറ്റക്കാരൻ എന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴലിൽ മാത്രമാണ്. പക്ഷേ വെനൻ TV എന്താ പറയുന്നത്? വേടൻ കുറ്റവാളിയാണ്, വേടൻ കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രതിയാണ്, റേപ്പിസ്റ്റാണ്, റാപ്പറല്ല റേപ്പറാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണോ ഉള്ളത്? എന്തെങ്കിലും ക്യാമ്പയിൻ ചെയ്ത് 10-14 ലക്ഷം സബ്സ്ക്രൈബറിനെ ഉണ്ടാക്കി വെച്ചിട്ട് വെനൻ TV വന്നിട്ട് പറയുകയാണ് വേടൻ ഒരു കൾപ്രിറ്റാണ്, വേടൻ ഇങ്ങനെയാണ്, വേടൻ മറ്റേതാണ്, വേടൻ മറിച്ചതാണ്. വേടനെതിരെ സംസാരിച്ച സ്ത്രീകളുടെ വാല്യൂ എന്താണ്? അവരാരാണ്? അവരെവിടുന്ന് വന്നു? അവരുടെ ഉത്ഭവം എവിടുന്നാണ്? അവരുടെ അടിസ്ഥാനം എന്താണ്? അവരുടെ ഈ പറയുന്ന പേരെന്താണ്? അവരുടെ നാളെന്താണ്? അവരുടെ ഊരേതാണ്? ഒരു കോപ്പ് ഒരാൾക്കും അറിയില്ല. അവരെ വേടൻ പീഡിപ്പിച്ചു. അതിനുവേണ്ടി കൂട്ടുപിടിച്ചത് ആരെയാണ്? മാധ്യമ സിൻഡിക്കേറ്റ്. വെനൻ TVക്ക് കൂട്ട് മാധ്യമ സിൻഡിക്കേറ്റ്. അതിൽ വന്നിരുന്നത് കുറച്ച് തന്തയില്ലായ്മ പറയാനായിട്ട് 2 പേര് അല്ലെ ഒരാൾ. ഇമാർ പറയുന്നത് എന്താ? ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് വേടന് വർഷങ്ങളോളമുള്ള ബന്ധമുണ്ടായിരുന്നു. വേടൻ 5 വർഷത്തിൽ അല്ലെങ്കിൽ 6 വർഷത്തിൽ കൂടുതൽ പെൺകുട്ടിയെ പല സ്ഥലങ്ങളിലും പരിപാടിക്ക് പോകുന്ന സമയത്ത് പീഡിപ്പിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ലൈഫിൽ നിന്നും ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ആ പെൺകുട്ടിക്ക് വിഷമമുണ്ടായി, കോമ സ്റ്റേജിലായിരുന്നു. തന്നെ വേടൻ ഒഴിവാക്കിയല്ലോ, അല്ലെ തന്നെ പീഡിപ്പിച്ചതുപോലെ പലരെയും പീഡിപ്പിക്കുമല്ലോ എന്നുള്ളൊരു പേടിയിൽ നിന്ന് അവർക്കൊക്കെ ഒരു മാതൃകയാകാൻ, അല്ലെ അവർക്കൊക്കെ ഒരു രക്ഷകയായിട്ട് എനിക്ക് വരണമെന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അങ്ങ് മാധ്യമ സിൻഡിക്കേറ്റിൽ കൊടുത്തതാണെന്നാണ് ആ യുവ ഡോക്ടർ പറഞ്ഞത്. യുവ ഡോക്ടറിന് മുൻപ് തന്നെ വേറൊരാളും വന്നിട്ട് ഈ വേടൻ്റെ ഇതേ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അടുത്ത ദിവസം യുവ ഡോക്ടർ വന്ന് സംസാരിക്കുമ്പോഴും എന്താണോ അതിന് മുൻപത്തെ ഇര സംസാരിച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് യുവ ഡോക്ടർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരെയാണ് വേടൻ ശരിക്കും പീഡിപ്പിച്ചതെന്നുള്ളൊരു
ഒരു കാര്യത്തിൽ കാണുന്ന നമ്മൾക്കൊരു വ്യക്തത വരുന്നില്ല, പറയുന്ന ആളുകൾക്കൊരു വ്യക്തതയില്ല, പറയുന്ന ആൾക്ക് വ്യക്തതയില്ല, പിന്നെ കാണുന്ന നമ്മൾക്ക് എങ്ങനെ വ്യക്തത വരാനല്ലേ? അപ്പോൾ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷെ പോലീസിന് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അതീവ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ തീവ്ര സ്വഭാവമുള്ള രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്താതെ തള്ളിക്കളഞ്ഞത്. കാരണം അതിൽ അത്രയ്ക്കുള്ള വാല്യൂ ഉണ്ടാവില്ല. ആരുടെ ഇൻറ്റൻഷനാണ് വേടനെ കൊടുക്കണമെന്നുള്ളതും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യുവ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ വന്ന് സംസാരിക്കുന്നതെന്നും അത് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇരട്ടച്ചങ്കനും ഇരട്ടച്ചങ്കൻ്റെ ടീമുമെല്ലാം ഈ പറയുന്ന തന്തയില്ലായ്മയ്ക്കെതിരെയൊക്കെ എതിർക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കാം വേടനെതിരെ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴി തള്ളിക്കളഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും അടിപൊളി കാര്യം തന്നെയാണ്. ഒരു പുരുഷനെതിരെ ഒരു പരാമർശമായിട്ടൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ നാട്ടിലെ ഒരു ഇരട്ടത്താപ്പ്, ഈ ഒരു നീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുണ്ടല്ലോ, ഇതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. അതിന് മുൻപത്തെ ദിവസങ്ങളിൽ ആലപ്പുഴയിലെ ഒരു വിഷയം നമ്മൾ കണ്ടിരുന്നു. ഒരു യുവതി കൊടുത്തൊരു വ്യാജ പരാതിയുടെ പേരിൽ, കഴിഞ്ഞ ദിവസം കണ്ടത് അയൽവാസി കൊടുത്ത വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നൊരു യുവാവിൻ്റെ ഒരു കഥയാണ്. അയാൾ സ്വന്തമായിട്ട് കേസ് വാദിച്ച് അയാൾ രക്ഷപ്പെട്ടു പോവുകയാണ് പിന്നീട് ചെയ്തത്. ആലപ്പുഴയിൽ വൃദ്ധൻ്റെ കാര്യം നമ്മൾ കണ്ടു. സ്കൂൾ ജീവനക്കാരനായിരുന്ന സെക്യൂരിറ്റി ആയിരുന്ന അദ്ദേഹത്തിനെ സ്വന്തം ഈ പറയുന്ന പെണ്ണിൻ്റെ കാമുകനുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പിടിച്ചതിൻ്റെ ഫലമായിട്ട് പെൺകുട്ടി ഗർഭിണി ആയിരുന്നതിൻ്റെ ഫലമായിട്ട് ആ പയ്യനെ വീട്ടിൽ കൊടുക്കാൻ പേടിയുള്ളത് കൊണ്ട് തന്നെ, അല്ല ആ പയ്യനെ കൊടുക്കാൻ മനസ്സ് വരാത്തത് കൊണ്ട് തന്നെ ആ സെക്യൂരിറ്റി ആയിട്ടുള്ള വൃദ്ധൻ്റെ പേര് ഈ പെൺകുട്ടി പറയുകയും ഈ പെൺകുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വൃദ്ധനെ പിടിച്ച് അകത്തിടുകയും 265 ദിവസങ്ങൾക്ക് മുകളിൽ അയാൾ ആ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീടാണ് മൊഴിയെടുക്കുന്നത് ഇത് ശരിക്കും എന്താണ് നടന്നതെന്നുള്ളത്. അപ്പോൾ പെണ്ണ് പറയാണ്, എൻ്റെ കാമുകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കാമുകനെ കുറ്റപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഇദ്ദേഹം നിരപരാധിയാണെന്നുള്ളത്. അപ്പോൾ ആരാണ് അവിടെ മൂഞ്ചിയത്? അല്ലെങ്കിൽ ആർക്കാണ് അവിടെ പണി കിട്ടിയത്? ഒരു പുരുഷനല്ലേ, ഒരു വൃദ്ധനല്ലേ, ഒരു മനുഷ്യനല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതം പോയി, അദ്ദേഹത്തിൻ്റെ മാനം പോയി, വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവിടെ നശിക്കുകയാണ് ചെയ്തത്. ഒരു പുരുഷൻ തെറ്റിയതെന്ന് ഒരു പെൺകുട്ടി വന്നിരുന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കുകയും ആ പുരുഷനെ എപ്പോഴും തെറ്റുകാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ നമ്മുടെ നാട്ടിലുള്ളത് എത്രത്തോളം മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലേ? ആ നീതിന്യായ വ്യവസ്ഥയാണ് പൊളിച്ചെഴുതേണ്ടത്. കാരണം ഏതൊരു തരത്തിൽ നടക്കുന്ന പെൺകുട്ടിയാണെങ്കിലും അവളുമാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയുന്നതാണ് സത്യമെന്ന് അംഗീകരിക്കുന്ന അങ്ങനൊരു സംവിധാനം ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ഇരകൾ ഇനിയും പിറന്നു വരാം. ഈ കഴിഞ്ഞ ദിവസം NR മധു പറയുകയുണ്ടായി, ഇരകൾ ഇനിയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേടൻ്റെ പീഡനം അത്രയ്ക്ക് വലുതായിരുന്നു, എന്നും ബ്ലീഡിങ് ഉണ്ടാക്കുമായിരുന്നു അത്രേ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഇത് നല്ലത് ഏതാണ് മോശം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടിയാണോ ഈ ഡോക്ടർ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും സ്വാഗതാർഹമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് കണ്ടത്. തന്തയില്ലായ്മയ്ക്കൊന്നും കൂട്ടി നിൽക്കില്ല എന്നുള്ളത് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. അത് തന്നെ അവർ ചെയ്തിട്ടുമുണ്ട്. പല കാര്യങ്ങളിൽ ഇവരിത് ചെയ്യാറുമില്ല എന്നുള്ളത് വേറൊരു വസ്തുത. അപ്പോൾ ഇതിൽ ശാരിക എന്ന് പറയുന്ന BJPയുടെ അല്ലെങ്കിൽ സംഘിമിത്രം ഒരു പലപ്പോഴും ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വേടൻ രാജ്യദ്രോഹിയാണ്, ജിഹാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ കാണാനിടയുണ്ടായി. ഇതൊക്കെ പറയുന്നതിന് മുൻപ് ഈ സംഘിമിത്രം പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഇത്രയും മോശപ്പെട്ട പരിപാടി, എനിക്ക് പോകാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് ഒരു കോൾ വന്നപ്പോൾ ബിഗ് ബോസ് എനിക്ക് പോകണം, ലാലേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങ് വരുവാന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കരങ്ങ് പോയി. ഒരു നിലപാടും ഇല്ലാത്ത നിലവാരവും ഇല്ലാത്തൊരു പെണ്ണുമ്പിള്ളയാണ് ശാരിക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അതോടുകൂടി അതിന് മുൻപ് നമുക്കറിയാം. അപ്പോൾ ഇവർ പറയുന്ന വേടൻ ജാതി പറയുന്നു, രാഷ്ട്രീയം പറയുന്നതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ വേടൻ നല്ലൊരു മനുഷ്യനാണെന്നാണ്. രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന തന്തയില്ലായ്മ അവർ നിർത്തിക്കഴിഞ്ഞാൽ ഈ വേടനും ഇതൊക്കെ നിർത്താൻ തയ്യാറാണ്. അല്ലെങ്കിൽ വേടനെ അനുകൂലിക്കുന്ന ഞങ്ങളും വേടന് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങളും ഇതൊക്കെ നിർത്താൻ തയ്യാറാണ്. ഈ തന്തയില്ലായ്മ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നും മാറുന്നുവോ? ഏത് തന്തയില്ലായ്മ? ജാതീയ അടിസ്ഥാനത്തിൽ അവരെ അനുഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ ജാതീയ അടിസ്ഥാനത്തിൽ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ജാതീയ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നുവോ? അല്ലെങ്കിൽ ജാതീയ അടിസ്ഥാനത്തിലുള്ള ആളുകളെ അടിമകളാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ അടിമകളാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഉന്നത കുല ജാതരെന്ന് സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന ആളുകളുടെ തന്തയ്ക്ക് പിറക്കാഴിക നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം അത് ശരിയല്ല ഞങ്ങളും പറയാം. ഇത്രയും നാളും അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അദ്ദേഹം എന്തുകൊണ്ടത് പറയുന്നു എന്നുള്ളത് ചിന്തിക്കാതെ അദ്ദേഹത്തിനെതിരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഏത് പാർട്ടിയിൽ അനുശാസിക്കുന്ന അല്ലെ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും PR വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങ് വെച്ചാൽ മതി. കേരളത്തിലോട്ട് ഒന്നും തുപ്പാൻ നോക്കണ്ട. ശാരികയായാലും ഏതവളാണെങ്കിലും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കയ്യിൽ വെച്ച് രണ്ടായിട്ട് മടക്കി കുത്തി മടിക്കുത്തിന് താഴെ വെക്കുക എന്ന് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ അത് തന്നെ വീണ്ടും പറയുകയാണ്. എന്ത് തന്നെയാണെങ്കിലും കേരള പോലീസിനും അതേപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പിനും ഇടതുപക്ഷ സർക്കാർ അത് തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പ്, അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തായാലും കുരുപൊട്ടുന്നവർക്ക് ഇനി പൊട്ടി ഒഴുകാനും പൊട്ടി ഒലിക്കാനും പൊട്ടി അടയ്ക്കാനും ഒക്കെ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. സമയമെടുത്തതൊക്കെ അടച്ചോളൂ. വേടൻ്റെ കാമുകയും കൂടെ കേക്ക് കട്ട് ചെയ്തൊരു ഫോട്ടോ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് വെനൻ ടി സംഘം എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ? എന്തായാലും അണ്ണന്മാർ ഇതിൻ്റെ പിന്നാലെ പോട്ടെ.
വേടൻ ഇനിയും തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും. അവൻ തീയിൽ കൊരുത്തവനാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ വെയിലത്ത് പാടില്ല. മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നല്ലേ മരം പെയ്യുമ്പോൾ. അപ്പോൾ ഓക്കെ, ബൈ.